ഓർമ്മകൾ സുന്ദരവും തീക്ഷണവുമായി തീരുന്ന വളരെ അസാധാരണമായിട്ടുള്ള ഒരു തുഞ്ചൻ സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ആധ്യക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന MT നയിച്ച തുഞ്ചൻ മഠത്തിന് അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ പുതിയ നേതൃത്വ ദൗത്യം ഏറ്റെടുത്ത നമുക്കെല്ലാവരുടെയും ആദരപാത്രമായിട്ടുള്ള, തൻ്റെ പേര് ഓർമ്മപ്പെടുത്തുന്ന പോലെ നമ്മെ മനം കുളിർപ്പിക്കുന്ന എഴുത്തുകൊണ്ടും ജീവിതം കൊണ്ടും മലയാളിയെ നവീകരിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള അഭിവന്ദനായ ശ്രീ വൈശാഖൻ അവർകളെ MTയുടെ അഭാവത്തിൽ നടക്കുന്ന ആദ്യത്തെ തുഞ്ചനുത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഒരു നിയോഗം പോലെ ക്ഷണിക്കപ്പെടുകയും ഇവിടെ എത്തിച്ചേർന്ന് വളരെ ഗഹനമായ ഒരു പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്ത അഭിവന്യയായ എഴുത്തുകാരി ശിവശങ്കരി അവർകളെ, നമുക്ക് സ്വാഗതം ആശംസിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ നന്ദകുമാർ MLA, ഇവിടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ കുറുക്കോളി മൊയ്തീൻ സാഹിബ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എഴുത്തുകാരും അടങ്ങുന്ന അഭിവന്യ സദസ്സിലെ ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വാഗത പ്രസംഗം ശ്രീ നന്ദകുമാർ തുടങ്ങിയത് MT ഇല്ലാത്ത തുഞ്ചൻ സാഹിത്യോത്സവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അധ്യക്ഷ പ്രസംഗം ഏകദേശം അവസാനിപ്പിക്കുന്നതിനു മുമ്പ് അഭിവന്ദനായ ശ്രീ വൈശാഖൻ സാർ പറഞ്ഞു വെച്ചത്, തിരയടിക്കുന്ന നിള പോലെ മലയാളി മനസ്സിൽ MT ഇപ്പോഴും സജീവതയാർന്ന് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ട് ധന്യമായിട്ടുള്ള സദസ്സാണിത്. സമയം വളരെ വൈകിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീകുമാർ കഴിഞ്ഞ ദിവസവും നമുക്ക് നേരത്തെ തുടങ്ങി പരിപാടികളൊക്കെ ക്രമീകരിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിൻ്റെ പിറകിലുള്ള ചേതോവികാരം നമ്മളെല്ലാവരും മനസ്സിലാക്കുകയാണ്. ഓർമ്മകളുടെ തേരേറി വന്ന പോലെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഒരു പ്രശസ്തമായ ഹിന്ദി സിനിമയുടെ പേരുണ്ട്, യാദോं കി ബാറാത്ത്. ബാറാത്ത് എന്ന് പറഞ്ഞാൽ മണവാളൻ്റെ ഘോഷയാത്രയാണ്. ഓർമ്മകളുടെ പുതുമണവാളൻ ചമഞ്ഞുകൊണ്ടുള്ള ഘോഷയാത്ര. ആ ഘോഷയാത്രയിൽ എത്ര ആളുകളാണ്. MTയുടെ സ്മൃതിപഥത്തിലൂടെ നമ്മുടെ സ്മൃതിപഥത്തിലൂടെ കടന്നു പോകുന്ന MT നയിക്കുന്ന ഓർമ്മകളുടെ ഘോഷയാത്രയിൽ ആരൊക്കെയാണുള്ളത്, ആരാണില്ലാത്തത്? ഞാൻ അതേക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സാധാരണഗതിയിൽ ഗൃഹാതുരത്വം എന്ന വാക്ക് പലപ്പോഴും അതിൻ്റെ ഇംഗ്ലീഷ് പദമായിരിക്കും, ഒരുപക്ഷെ മലയാളത്തിൽ പോലും ഭാഷയെക്കുറിച്ച് വളരെ നോവുകളുണർത്തുന്ന ചിന്തകൾ പ്രസരിപ്പിച്ചുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗം സമുചിതമായ രീതിയിൽ ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ വൈശാഖൻ സാർ. പക്ഷേ ഈ പദം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഗൃഹാതുരത്വം എന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ മലയാളി പലപ്പോഴും നൊസ്റ്റാൾജിയ എന്നാണ് ഇരിക്കും പ്രയോഗിച്ചിട്ടുണ്ടാവുക. ആ വാക്കിന് തന്നെ ഒരു വൈകാരിക തലമുണ്ട്. MT ഇന്ന് നമ്മുടെ നൊസ്റ്റാൾജിയയുടെ കൂടി ഭാഗമായി തീർന്നിരിക്കുകയാണ്. ഗൃഹവും ഗൃഹാതുരത്വവുമാണ് MT. നമ്മുടെ വീടും നമ്മുടെ വീടിൻ്റെ വികാരവുമാണ്. ഗൃഹാതുരത്വം എന്ന വാക്ക് സാഹിത്യത്തിൽ പലപ്പോഴും പല എഴുത്തുകാരും പല രീതിയിൽ പ്രയോഗിച്ചിട്ടുള്ളതാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു മനഃശാസ്ത്രപരമായ പദമാണ് എന്നാണ്.
അതൊരു സാഹിത്യ പ്രയോഗത്തിലെ പദമല്ല. മനഃശാസ്ത്രത്തിൽ നിന്നാണ് സാഹിത്യകാരന്മാർ അത് കടം കൊണ്ടിട്ടുള്ളത്. നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്നിനെ അഗാധമായ നഷ്ടബോധത്തോടെ അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ മനസ്സ് നടത്തുന്ന മോഹമോ വ്യാമോഹമോ അടങ്ങിയ തൃഷ്ണ, അതാണ് യഥാർത്ഥത്തിൽ ഗൃഹാതുരത്വം. എം ടിയെ നമ്മൾ ഇന്ന് മോഹിക്കുന്നത് ഏകദേശം അതേ വികാരത്തോടെയാണ്. വലിയ എഴുത്തുകാർ മനസ്സിലൂടെയും ഹൃദയത്തിലൂടെയും നടന്നു പോകുന്നവരാണ്. അവരെ നാം വായിക്കുക മാത്രമല്ല, അവർ നമ്മുടെ ഉള്ളിനെ സ്പർശിച്ച് കടന്നു പോകുന്നവരാണ്. എം ടി ആകുമ്പോൾ അതിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. എം ടി എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, വലിയ മനുഷ്യൻ കൂടിയായിരുന്നു. വലിയ മനുഷ്യൻ, വലിയ എഴുത്തുകാരൻ. ഹയർ പേഴ്സണാലിറ്റി, ഹയർ ഹ്യൂമൻ ബീയിങ്, ഹയർ ലിറ്ററേച്ചർ, ഉന്നതമായ സാഹിത്യം. എല്ലാറ്റിനും ഒരു ഉയർച്ച കുറഞ്ഞു വരുന്ന കാലമാണ്. പക്ഷെ ഒരു ഉയർച്ചയുണ്ട്. മതമുണ്ട്, ഒരു ഉയർന്ന മതമുണ്ട്, ഉന്നത മതം. ദർ ഇസ് എ റിലീജിയൻ ആൻഡ് ദർ ഇസ് എ ഹയർ റിലീജിയൻ. ദർ ഇസ് എ ലിറ്ററേച്ചർ, ദർ ഇസ് എ ഹയർ ലിറ്ററേച്ചർ. ദർ ഇസ് എ ഫിലോസഫി, ദർ ഇസ് എ ഹയർ ഫിലോസഫി. ദർ ഇസ് എ പോയട്രി ആൻഡ് ദർ ഇസ് അനദർ ഹയർ പോയട്രി. എന്തിനും ഔന്നത്യം എന്ന ഒന്നുണ്ട്, ആഴം എന്ന ഒന്നുണ്ട് എന്ന് നമ്മെ നിരന്തരം മനസ്സിലാക്കി തന്ന ആഴം വർദ്ധിപ്പിച്ച് കടന്നു പോവുകയാണ് എം ടി ചെയ്തത്. തൊട്ടതിനൊക്കെ ആഴം നൽകുകയാണ് എം ടി ചെയ്തത്. അഗാധതയാണ് എം ടി. ആ മൗനം പോലും, മൗനത്തിലൂടെയും അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരുന്നതാണ്. നമുക്കറിയാം, എം ടിയുടെ മൗനത്തിൻ്റെ കൂടെ ഒരു സന്തതിയാണ് തുഞ്ചൻ മഠം. ഇവിടെ നടക്കുന്ന സാഹിത്യ പ്രവർത്തനങ്ങൾ, സ്വാഗത പ്രസംഗത്തിൽ ശ്രീ നന്ദകുമാർ, അതിനുശേഷം അധ്യക്ഷ പ്രസംഗത്തിൽ ഒക്കെ നമ്മളത് കേട്ടുകൊണ്ടേയിരുന്നു. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്, എത്ര വസന്തങ്ങളാണ് വന്നു പോയിട്ടുള്ളത്. ഞാനൊരു 2 അനുഭവം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആശുപത്രിയിൽ നിന്ന് ആണ് വരുന്നത്. ഞാൻ മിനിഞ്ഞാന്ന് വരെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ഒരു അസുഖമൊക്കെ ബാധിച്ചു. കാലിനൊരു ചെറിയൊരു 2 വിരലൊക്കെ ഒരു ഫ്രാക്ചറായി. അത് ഡൽഹിയിൽ നിന്നാണ് സംഭവിച്ചത്. ഡൽഹിയിൽ ഇത് ഒരു പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങി ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ എം ടിയെ കിനാവിൽ കണ്ടു. അദ്ദേഹം കിനാവിൽ കണ്ടു എന്ന് പറഞ്ഞാൽ അത് കിനാവാന്ന് തോന്നുകയില്ല. കനവിലും നിലവിലും എന്ന് പറയാറുണ്ട് നമ്മൾ. മലയാളത്തിലെ ഒരു സുന്ദരമായ പ്രയോഗമാണ്. അത് കിനാവാന്ന് പറയാൻ സാധിക്കില്ല. ശരിക്ക് കാണുന്ന പോലെ ഒന്നിച്ച് നടക്കുന്നു, ഒന്നിച്ച് എവിടെയോ പരിപാടികളിൽ പങ്കെടുക്കുന്നു. വളരെ വിചിത്രമായ രീതിയിൽ എൻ്റെ കാലിനൊരു മസിൽ പവറിൻ്റെ ദൗർബല്യമുണ്ട്. അത് ഗോപിയേട്ടനൊക്കെ താഴെ ഇരിക്കേണ്ട അദ്ദേഹത്തിനൊക്കെ അറിയാം. ഞങ്ങൾ ഗുരു നിത്യ ചൈതന്യതയോടൊപ്പം PK ഗോപി, ഞങ്ങൾ 2 പേരും ഗുരുവിൻ്റെ കൂടെ നടന്നിട്ടിപ്പോൾ ഗുരുവിന് പക്ഷാഘാതം സംഭവിച്ച സമയത്ത് ഗുരുവിൻ്റെ വിരലുകൾ PK ഗോപി ഇങ്ങനെ വലിച്ചു തടവി ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് അദ്ദേഹത്തിൻ്റെ വിരൽ വലിച്ചതും ഈ വക അസുഖങ്ങളെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. അപ്പോൾ എം ടി കിനാവിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പല ഡോക്ടർമാരും പറയാറുണ്ട്, ഈ ഫിസിയോതെറാപ്പി എക്സസൈസ് സ്ഥിരം ചെയ്യണം. ഇത് ഞങ്ങളൊരിക്കലും ജീവിതത്തിൽ സംസാരിക്കാത്ത വിഷയങ്ങളാണ്. എം ടിയുമായി ഞാൻ എൻ്റെ അസുഖത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാതിരിക്കാം, പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല. എന്നോട് എക്സസൈസ് ചെയ്യാറില്ല, എക്സസൈസ് ചെയ്തില്ലെങ്കിൽ സൂക്ഷിക്കണം, ആരോഗ്യം നോക്കണ്ടേ, അപകടം പറ്റും എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഈ എക്സസൈസ് ചെയ്യുന്ന രീതി എനിക്ക് കാണിച്ചു തന്നു. ഒരു കറുത്ത ബെൽറ്റ് അത് എം ടി ഇങ്ങനെ വലത്തെ കാലിൽ വെച്ചിട്ട് അതിങ്ങനെ കാലിങ്ങനെ വലിച്ചുകൊണ്ട്. അപ്പോൾ എന്തിനാണ് ഞാൻ പറഞ്ഞു എക്സസൈസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അങ്ങനെ നടന്നു പോയിട്ട് നിന്നുകൊണ്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാലുകൊണ്ട് എന്ന് പറഞ്ഞു. ആ കിടന്നിട്ടും ഇരുന്നിട്ടും ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇരുന്നു കൊണ്ട് ഈ ബെൽറ്റ് ഇങ്ങനെ നീട്ടി ഇതൊക്കെ ഓരോ എക്സസൈസ് എം ടി ചെയ്യാൻ തുടങ്ങി. ഞാൻ വളരെ കാലത്ത് എണീക്കുന്ന സ്വഭാവക്കാരനാണ്. കാലത്ത് എണീറ്റ് ഉടനെ ഞാൻ വീട്ടുകാരോട് ഇതൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി, ഞാൻ കുറച്ച് ദിവസമായി എനിക്ക് വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട്, കാലിനൊരു ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ എന്നൊക്കെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ സ്പീക്കർ ജർമ്മനിയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നാണെന്ന എൻ്റെ ഓർമ്മ വന്ന പാർലമെൻ്ററി സംഘത്തിന് ഒരു ലഞ്ച് കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ലോക്സഭാ സ്പീക്കർ അദ്ദേഹം കുറച്ച് MP മാരെ വിളിച്ചുള്ളൂ. ഭാഗ്യവശാൽ അദ്ദേഹം എന്നെയും ക്ഷണിച്ചു. കാരണം എല്ലാവർക്കും കൂടി സ്ഥലമില്ലാത്ത പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ അകത്ത് വെച്ച്, അതിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ്, പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുറ്റത്താണ് ലഞ്ച് വെച്ചിട്ടുള്ളത്. അതിലേക്ക് പോകുന്ന വഴിക്ക് സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ ഞാൻ തടഞ്ഞു, വീണു. എൻ്റെ 3 വിരൽ
പരിക്ക് പറ്റി. കുറച്ച് ദിവസം ബുദ്ധിമുട്ടായി, സഭയിലൊന്നും പോകാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു ചെറിയൊരു ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ വന്നു, തലകറക്കുണ്ടായി. 3 ദിവസം RML കിടന്നു, റാം മനോഹറിലെ ആശുപത്രിയിൽ. നാട്ടിൽ വന്ന് വീണ്ടും ആശുപത്രി കിടന്ന് ചികിത്സയിൽ കഴിഞ്ഞിട്ട് ഞാൻ മിനിഞ്ഞാന്നാണ് ഡിസ്ചാർജ് ആയത്. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയായി പരിപാടികളൊന്നും പങ്കെടുത്തിട്ടില്ല. ഞാൻ ശ്രീകുമാറിനോട് പറഞ്ഞു, അതിനുശേഷം പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടിയാണിത്. ഇതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരു സംഭവം കൂടി പറയാം. MTയെക്കുറിച്ച് എന്തൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നു, എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ നമ്മുടെ അകത്ത് ഓരോ MT ഉണ്ട് എന്നാണല്ലോ ബഹുമാനപ്പെട്ട ശ്രീ വൈശാഖൻ മാഷ് ഇവിടെ പറയുകയുണ്ടായത്. ഞാനൊരിക്കൽ സൂര്യ കൃഷ്ണമൂർത്തി, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, നമുക്കൊക്കെ അറിയുന്ന വലിയ കലാകാരൻ, കലാരംഗത്ത് വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി വളരെ പ്രശസ്തനായിട്ടുള്ള സൂര്യ കൃഷ്ണമൂർത്തി ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ MTയുടെ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ലൈറ്റ് ആൻഡ് ഷോ പരിപാടി ചെയ്യാൻ എനിക്ക് ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് ആദ്യം മലപ്പുറം കോട്ടക്കുന്നുമൽ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊന്ന് വരണം, ഒന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൃഷ്ണമൂർത്തി ക്ഷണിച്ചു. പോയി വളരെ മനോഹരമായി സജ്ജീകരിച്ച് മലപ്പുറം കോട്ടക്കുന്നുമൽ രാത്രി നിഴലും വെളിച്ചവുമായിട്ട് MTയുടെ കഥാപാത്രങ്ങളെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ കഥാപാത്രങ്ങളുടെ പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു കഥാപാത്രം രംഗത്ത് വരുന്നില്ല, നിഴലും വെളിച്ചവുമായിട്ട് വരുന്നില്ല. അത് അമ്മയാണ്. പക്ഷേ ശബ്ദത്തിലുണ്ട് താനും. ശബ്ദത്തിൽ അമ്മയെ അവതരിപ്പത് കൃഷ്ണമൂർത്തി വളരെ വിദഗ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആ പരിപാടി കഴിഞ്ഞ് നടക്കുമ്പോഴും കഴിഞ്ഞ് മടങ്ങുമ്പോഴൊക്കെ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് ഈ അമ്മ കഥാപാത്രമാണ്. രംഗത്ത് വരാത്ത, ശബ്ദത്തിലൂടെ മാത്രം കൃഷ്ണമൂർത്തി അവതരിപ്പിച്ച അമ്മ. ഏതോ ഒരു നടിയാണ്, നടിയുടെ ശബ്ദമാണ് കൃഷ്ണമൂർത്തി അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ, ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അമ്മ സാന്നിധ്യം പ്രകടമാക്കുന്ന സ്വരസിദ്ധിയോടുകൂടിയായിരുന്നു അത് അവതരിപ്പിച്ചത്. അപ്പോൾ ഞാനന്ന് മടങ്ങുമ്പോൾ MTയെ വിളിച്ചു. ഇങ്ങനൊരു ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാനിങ്ങനെ ഒരു കൃഷ്ണമൂർത്തിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയിരുന്നു. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ല, അമ്മ ആ വിഷയങ്ങളൊന്നും പറഞ്ഞില്ല. എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം, നാളെ അവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. MTയുമായുള്ള ഓരോ കൂടിക്കാഴ്ചകളെക്കുറിച്ചും നമുക്ക് അനുഭവങ്ങളുണ്ടാവും. MT ഒരിക്കൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നോട് വീട്ടിൻ്റെ അകത്ത് കയറ്റി. അത് ഞാനൊരു വലിയ ബഹുമതിയായിട്ടാണ് കാണുന്നത്. വീട്ടിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോയി ഗോണിപ്പടി കയറി അദ്ദേഹത്തിൻ്റെ ലൈബ്രറി കൊണ്ടുപോയി എന്നെ ഇരുത്തിയിട്ട് പതുങ്ങിയ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, സമദാനിക്കറിയോ, ഇതൊക്കെ ഞാൻ എഴുതിയിട്ടാണ് ഞാൻ ഈ വീടുണ്ടാക്കിയത്. എൻ്റെ പുസ്തകങ്ങളുടെ റോയൽറ്റിയാണ് എൻ്റെ ഈ വീട് എന്നാണ് MT പറഞ്ഞത്. അത് എത്രമാത്രം ആ ഒരു പതുങ്ങിയ സ്വരത്തിൽ ഉള്ളിൽ തട്ടി. MTയുടെ പുസ്തകം ധാരാളമായിട്ട് വായിക്കപ്പെടുന്നതും MT അങ്ങേയറ്റം പുസ്തക പ്രസാധകർ വരെ, വായനക്കാർ വരെ MT ആഗ്രഹിക്കുന്നതും MTയുടെ തിരക്കഥകളുടെ മൂല്യവും ഒക്കെ അറിയുന്നവരാണ് നമ്മൾ. പക്ഷെ അത് അദ്ദേഹം പറഞ്ഞ ആ ഒരു വലിയ എഴുത്തുകാരൻ്റെ, ഇത് വേറെ ഒരു വഴിയിലൂടെയുമല്ല, എൻ്റെ ജീവിതം, എൻ്റെ പ്രതിഭ, എൻ്റെ മാർഗം, അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളും നമുക്കുണ്ടാവും. ഞാൻ പിറ്റേന്ന് രാവിലെ അവിടെ എത്തി. വീട്ടിലെത്തിയപ്പോൾ MT വരാന്തയിൽ അകത്തെ മുറിയിൽ ഇരിക്കുന്നുണ്ട്. നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, ചില സമയത്ത് ഡ്രസ്സൊക്കെ വളരെ അലസമായിട്ടാണ് ധരിക്കുക. കോഴിക്കോട് എൻ്റെ വാർഷിക പ്രഭാഷണത്തിലേക്ക് MT വരുമ്പോൾ മിക്ക വർഷവും അദ്ദേഹമായിരുന്നു മുഖ്യ അതിഥി. അവസാനം അദ്ദേഹം പ്രസംഗിച്ചത്, അടുത്ത വർഷവും എനിക്കിതിൽ പങ്കെടുക്കാനുള്ള ആയുസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം നിർത്തിയത്. 45 മിനിറ്റ് 50 മിനിറ്റൊക്കെ ആയിരുന്നു പ്രസംഗം. MTയുടെ അത്ര ദീർഘമായ പ്രസംഗം ഞാൻ എവിടെയും കേട്ടിട്ടില്ല. 10, 15, 20 മിനിറ്റൊക്കെയാണ് സംസാരിക്കുക. ഒരു ദിവസമുണ്ട് മുണ്ടെടുത്ത് വന്നിരിക്കുന്ന മുണ്ടിൻ്റെ ഒരു കര കുറേ ഉയർന്ന് കയറി, മറ്റേ കര കുറേ താണു കണ്ട് പുത്തൻ മുണ്ടാണ്, പക്ഷെ അലസമായി, നിസ്സംഗമായി. ഒരു സന്യാസിയുടെ നിസ്സംഗതയും ഒരു കടലിൻ്റെ പ്രക്ഷുബ്ധതയും, ഇത് രണ്ടും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന വ്യക്തിത്വത്തിൻ്റെ പേരേത് എന്ന് ചോദിച്ചാൽ അതാണ് MT എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ MTയുടെ മുമ്പിൽ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന പാട് ഒന്നും പറഞ്ഞില്ല. ഉടനെ എൻ്റെ കയ്യിലെടുത്തിട്ട് ഈ പുസ്തകം തന്നു. ഈ പുസ്തകം ഞാൻ അവിടെ ഇരുന്ന് തന്നെ മറിച്ച് നോക്കുമ്പോൾ എൻ്റെ പേരൊക്കെ എഴുതി ഒപ്പിട്ട്
എനിക്കൊരു പേനയും തന്നു. വളരെ വിലപിടിപ്പുള്ള പേനയാണ്, ചെറിയ പേനയൊന്നുമല്ല, വളരെ നല്ല വിലയുള്ള പേനയാണ്. ഞാനത് എഴുതിയിട്ടില്ല, അത് കോഴിക്കോട് അക്കാഡമിയിൽ ഒരു പ്രത്യേക ഫ്രെയിമിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് അമ്മയ്ക്ക് എന്നാണ്. പുസ്തകത്തിൻ്റെ പേര് അമ്മയ്ക്ക് എന്നാണ്. ഞാൻ പറയാൻ പോകുന്നത് ഈ അമ്മ അനുഭവത്തെക്കുറിച്ചാണ്. ഞാനത് എം ടിയോട് പറഞ്ഞിട്ടില്ല. തലേന്ന് ഇങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും ഉണ്ടായി, അമ്മ രംഗത്ത് വന്നില്ല, അമ്മ ശബ്ദത്തിലൂടെ ആയിരുന്നു, അതെൻ്റെ ഉള്ളിൽ തട്ടി എന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. എന്നും പറയാൻ സമയം കിട്ടിയില്ല, പറയേണ്ട കാര്യം ഉണ്ടായില്ല. ഈ പുസ്തകം എൻ്റെ കയ്യിൽ തന്നു. അത് മറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തിലെ ഉൾപേജിൽ, ആദ്യത്തെ പേജിൽ തന്നെ അമ്മയുടെ ഒരു മങ്ങിയ ചിത്രമാണ്. എം ടിയുടെ അമ്മയുടെ ഒരു മങ്ങിയ ചിത്രമാണ്. അത് വാങ്ങിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ തന്നെ ഈ അമ്മ വികാരത്തെ എൻ്റെ ജീവിതത്തിലും എൻ്റെ സംസാരത്തിലും അല്ലാതെയും ഒക്കെ അതിനാൽ വളരെയേറെ സ്വാധീനിക്കപ്പെട്ട നമ്മളെല്ലാവരും ഓരോരുത്തർക്ക് ഏറിയും കുറഞ്ഞുണ്ടാവുമല്ലോ ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയിട്ടൊരു മകൻ ഈ മലയാളക്കരയിൽ ഒരുങ്ങി എത്തിയത് ഒരു കത്തി വാങ്ങാനാണ്. ആ കത്തി വാങ്ങിയത് സ്വന്തം മാതാവിനെ വകവരുത്താനാണ്. മലയാളി നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥയിലും എം ടിയെ പോലുള്ളവരിലൂടെ നമുക്ക് വഴി കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കൂട്ടായി ഒരുമിച്ച് ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മോഹിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നത് ഇതുവരെ എം ടി കുടുംബമാണ്. ഈ എല്ലാവരും തുഞ്ചൻ മഠത്തിൽ മാത്രമല്ല, വലിയ എഴുത്തുകാരുണ്ട് ഇവിടെ. ഈ തുഞ്ചൻ മഠം മലയാള സാഹിത്യത്തിൻ്റെ ശിരാകേന്ദ്രമായി എം ടി അതിനെ വിഭാവന ചെയ്തു, കേരള സംസ്കാരത്തിൻ്റെ. പക്ഷേ അവിടെയാണ് എം ടിയുടെ വലിയ മനസ്സ്. ഇവിടെയാണ് സ്വാഗത പ്രസംഗത്തിൽ എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞ പോലെ ഗുൽസാർ പ്രസംഗിച്ചത്. മനോഹരമായ കാവ്യമൂറുന്ന ഉറുദു ഗസലിൻ്റെ ഭാഷയിൽ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ ഗസലായിരുന്നു. അത് പരിഭാഷപ്പെടുത്തിയത് എൻ്റെ ജീവിതത്തിലെ വലിയ സാഹസമാണ്. എം ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അലി സർദാർ ജാഫർ ഇവിടെയാണ് പ്രസംഗിച്ചത്. ഹിന്ദി ചലച്ചിത്രഗാന രചയിതാവായിരുന്നു. പ്രസംഗമൊക്കെ കവിതയായിരുന്നു. ഇവർ രണ്ടുപേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് എം ടി എന്നോട് പറഞ്ഞു ഇവരൊന്ന് കോഴിക്കോട്ടും കൊണ്ടുപോകണം. കോഴിക്കോട്ട് അക്കാഡമിയിൽ രണ്ടുപേരെയും കൊണ്ടുപോയി വെവ്വേറെ പരിപാടി സംഘടിപ്പിച്ചു. എം ടി എന്ന സ്നേഹമരം, എം ടി എന്ന സ്നേഹ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ നിന്നോ നമ്മുടെ ജീവിതത്തിൽ നിന്നോ മറഞ്ഞു പോകുന്നില്ല. നമ്മുടെ ഈ മഹത്തായ ഓർമ്മകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ നിധികളും പ്രചോദനവുമായിരിക്കട്ടെ. ഇതുവരെ ഇല്ലാത്ത പുതിയ പലതും കടന്നു വരുന്ന കാലമാണ്. ഹിംസാത്മകതയുടെ ഒരു പുതിയ കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കേരളം, ഞാൻ ഭയപ്പെടുന്നു. വലിയ അക്രമം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 3-4 മക്കളാണ് അമ്മമാരെ കൊന്നത് ഈ കേരളക്കരയിൽ. ലഹരി ഒരു ഭാഗത്ത്, മറ്റു പലതും. എങ്ങോട്ടാണ് പോക്കെന്നറിയില്ല. നിർമ്മിത ബുദ്ധി കടന്നു വരാൻ പോണ്. ഹൃദയത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ച എം ടിയെ പോലുള്ളവർ നിരന്തരം ഹൃദയം 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 ഹൃദയത്തിലൂടെ ചിന്തിച്ച്, ഹൃദയത്തിലൂടെ സംസാരിച്ച്, ഹൃദയത്തിലൂടെ എഴുതിയ എം ടിയെ പോലുള്ളവർ പോയി മറഞ്ഞ് ഇനി AI കാലമാണ് പോൽ, എല്ലാം ഈ നിർമ്മിത ബുദ്ധി തീരുമാനിക്കുമ്പോൾ അങ്ങനെയുള്ള വലിയ ഒരു കൂലംകുത്തി ഒഴുക്ക് വരാൻ പോകുന്നത് നമ്മളൊക്കെ കാണുന്നുണ്ട്. അതിനെയൊക്കെ തടുക്കാനുള്ള ഹൃദയശേഷി വർദ്ധിപ്പിക്കാൻ ഇതുപോലുള്ള മഹത്തായ സാംസ്കാരിക നിധികളെ കൊണ്ട് സാധിക്കുമാറാകട്ടെ. ഈ തുഞ്ചൻ മഠത്തിൻ്റെ മൺതരികളിലൂടെ മാത്രമല്ല, കേരളക്കരയിൽ മലയാളക്കരയിലെ മൺതരികളിൽ മാത്രമല്ല, രാജ്യമൊട്ടുക്കുള്ള മൺതരികളിലൂടെ ഒരുപാട് പനിനീർ പൂക്കൾ ചെതറിക്കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പനിനീർ പൂതളങ്ങൾ. ഞാനൊരു ഉറുദു കവിയുടെ ഒരു വരി ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നാളെ ഇതിലൂടെ നടന്നു പോകുന്ന ഒരാൾ ചോദിച്ചേക്കും, എന്താണ് ഇത്രയേറെ പൂവിതളുകൾ ഇവിടെ ചെതറിക്കെടുക്കുന്നതെന്ന്. അപ്പോൾ കാലത്തിൻ്റെ കവി പറയും, ഇധർ സ ഗുസ്റാ ഹെ കോയി, ഈ വഴിക്കൊരാൾ കടന്നു പോയിട്ടുണ്ട്, ഈ വഴിക്കൊരാൾ കടന്നു പോയിട്ടുണ്ട്. വസന്തം വിതറിക്കൊണ്ട്, വസന്തോത്സവം സൃഷ്ടിച്ചുകൊണ്ട്, എഴുത്തിൽ മാത്രമല്ല ജീവിതത്തിൽ. എം ടിയുടെ നീളാനദിയുടെ മുറ്റത്തുള്ള വീട്ടിലെ മുറ്റത്ത് നാട്ടുകാരൊരു അനുസ്മരണ സമ്മേളനം നടത്തിയിട്ട്
അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൻ്റെ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനവിടെ പോയിരുന്നു. അവർ വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗത്തിനിടയിൽ എം ടിയുടെ അമ്മ ആമിനുമ്മയെ ഭഗവതിയെ കുടിവെച്ച മച്ചിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ കിടത്തിയ കഥ പറഞ്ഞു. അപ്പോൾ സദസ്സിന്ന് ഒരു 3-4 ആൾ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. എം ടിയുടെ നിര്യാണത്തിൻ്റെ 4 അദ്ദേഹം ഉണ്ടാക്കിയ വീട് ആ വീട്ടിൻ്റെ മുറ്റത്തായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് പോയി താമസിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു ക്ലിനിക്കാണ്. അപ്പോൾ എന്താ ശബ്ദം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആമിനുമ്മയുടെ മകൻ ഇവിടെ ഈ സദസ്സിലിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സദസ്സിൽ ഒരാൾ എഴുന്നേറ്റു. എഴുത്തിലും ജീവിതത്തിലും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം ഓർത്തു. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ മൈക്ക് കൊടുത്തു. മടി കിടത്തിയിട്ട് ആമിനുമ്മ കൊണ്ടുപോയ മകനാണത്. എല്ലാവരും വന്നു, വീട്ടിലെല്ലായിടത്തും കിടന്നു. എം ടിയുടെ വീട്ടിലെത്തിരി സ്ഥലമുള്ളൂ, വെള്ളപ്പൊക്കത്തിൻ്റെ കാലമാണ്. അപ്പോഴാണ് ആമിനുമ്മ ഓടിയെത്തുന്നത് മക്കളെയും കൂട്ടിയിട്ട്. ഇത് എം ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ചോദിച്ചു, ആമിനുവിനെ എവിടെ കിടത്തുക? വീട്ടിലെ പണിക്കാരൊക്കെ പറഞ്ഞു എല്ലാ സ്ഥലവും നിറഞ്ഞു. അപ്പോൾ എം ടി പറഞ്ഞു, അല്ല ആരോ പറഞ്ഞു ഭഗവതിയെ കൂടി വെച്ച മച്ചിൽ ഇത്തിരി സ്ഥലം ബാക്കിയുണ്ട്. അപ്പോൾ എം ടിയുടെ അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ ആമിനുവിനെ ഭഗവതിയെ കൂടി വെച്ച മച്ചിൽ തന്നെ കിടത്തുക എന്ന് പറഞ്ഞ ആ ആമിനുമ്മയുടെ മകൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് എന്നെ മടി കിടത്തിയിട്ടാണ് ഉമ്മ എം ടിയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞ രംഗം ഓർത്തു പോകുന്നു. അതുകൊണ്ട് എഴുത്തിലും ജീവിതത്തിലും ഇൻ ഡിഫിക്കൽട്ട് ടൈംസ് ആൻ ഇൻ്റലിജൻറ്റ് സൊസൈറ്റി ഷുഡ് ലുക്ക് ടു ഇറ്റ്സ് ആർട്ടിസ്റ്റ്സ്. ക്ലേശമുള്ള സന്ദർഭങ്ങളിൽ മൂല്യബോധത്തിൻ്റെ മാർഗദർശനത്തിനായി ബുദ്ധിയുള്ള സമൂഹം കലാകാരന്മാരിലേക്ക് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആ ഇംഗ്ലീഷ് എഴുത്തുകാരനെ ഓർത്തുകൊണ്ട് നമുക്കതിന് സാധിക്കട്ടെ. അങ്ങനെയുള്ള കലാകാരന്മാർ ഇനിയും പിറവിയെടുക്കട്ടെ, വലിയ ആർട്ടിസ്റ്റുകൾ എന്ന് മാത്രം അഭിലഷിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എം ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ എന്നും നാം അർപ്പിക്കുന്ന ആദരം തുഞ്ചൻ മഠം കൂടുതൽ സ്വാഗത പ്രസംഗം മുതൽ കേട്ട ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ വൈശാഖം മാഷിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളെല്ലാവരും ഒന്നിച്ച് എം ടിയുടെ ഓർമ്മകൾ വിരിച്ചു തന്ന പരവതാനിയിലൂടെ, അല്ലെങ്കിൽ പരവതാനിയാണ് മുമ്പുമുള്ളായിരുന്നു, ഒരുപാട് ക്ലേശങ്ങളൊക്കെ എം ടിയാണ് നേരിട്ടത്. എം ടി നേരിട്ടപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് എതിർപ്പുകളും നേരിട്ടു. അതിനൊക്കെ കടന്നിട്ടാണ് എം ടി ഇതിനെ ഇന്നത്തെ വിജയ സോപാനത്തിൽ എത്തിച്ചിട്ടുള്ളത്. ആ ഘോഷയാത്ര ഇനിയും തുടരട്ടെ. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു എം പി അബ്ദുൽ സമദ് സമദാനി. പുസ്തകോത്സവം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി മുമ്പ് കാലത്ത് നമ്മൾ ഉദ്ഘാടന സമ്മേളനത്തിൽ ഈ പുസ്തകോത്സവത്തിന് ഒന്നിച്ചാണ് പോവുക. ഇവിടുന്ന് ഇങ്ങനെ നടന്നിങ്ങനെ പോവും, എം ടിയുടെ കൂടെ ഇങ്ങനെ പോവും. അങ്ങനെ ആ ഒരു പോക്കും ആ ഒരു വരവുണ്ട്. ആ പോകുന്ന പോക്കിലൊക്കെ എം ടി എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടേയിരിക്കും. വളരെ പതുക്കെ മൗനത്തിന് 1000 വാക്കുകളുടെ ദിവ്യഗർഭമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്ന എം ടി. മൗനം വാക്കുകളുടെ ദിവ്യഗർഭമാണ്. അത് പരിവർത്തനത്തിൻ്റെ പുതിയ പരിശീലന കളരികളാണ് എന്ന് പഠിപ്പിച്ചു തന്ന എം ടി. അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ, ഞാൻ വീണ്ടും പറയുന്നു, എം ടിയുടെ സമ്മതത്തോടെ ഈ പുസ്തകോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം.